അങ്ങനെ 3 മാസത്തെ ബഹ്റിൻ ജീവിതത്തിനോട് ടാറ്റാ ബൈ പറഞ്ഞ് ഇന്ന് ഞാൻ പോവാണ്. ഇനി ഈ കാഴ്ചകളൊന്നും ഇപ്പോൾ ഒന്നും അടുത്ത് കാണാൻ പറ്റില്ല. പെട്ടിയും മണ്ടൊക്കെ ഇന്നലെ തന്നെ കെട്ടിവെച്ചു. നമുക്ക് ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. പോണ ടൈമിൽ തന്നെ ഇതാ ഇവിടെ പട്ടിനെ പിടിക്കുന്ന ഒരു വണ്ടിയെ കൊണ്ടിട്ടു. ഇനി ഇവിടെ കാണാൻ ഇതും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതും കണ്ടു. അങ്ങനെ നമ്മൾ കൊണ്ടുപോകാൻ അഷ്റഫാക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ വണ്ടി കയറി നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. ഈ വണ്ടിയിലിരിക്കുമ്പോൾ മൊത്തം ഈ 3 മാസത്തെ ജീവിതമാണ് എൻ്റെ മനസ്സിൽ മിന്നി മറയുന്നത്. നാട്ടിലെ ഇട്ടാവട്ടത്ത് മാത്രം കിടന്ന് കറങ്ങി ഞാനിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് വരെ ചെയ്തു. ബഹ്റിൻ പോലൊരു രാജ്യത്തെത്തി. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. ഒരുപാട് ആൾക്കാരുടെ കഥ കേൾക്കാൻ പറ്റി. പ്രവാസിയായിട്ട് ഇരിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. നാടും വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനൊരു രാജ്യത്ത് വന്ന് താമസിക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാനിവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ചൂട് എനിക്കും എൻ്റെ കുട്ടിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതേ ചൂട് അനുഭവിച്ചിട്ടല്ലേ ഓരോ പ്രവാസികളും സ്വന്തം കുടുംബത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്നത്. സത്യം പറയാലോ, പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ഒരു അതികഠിനമായ പരീക്ഷ തന്നെയാണ്. അങ്ങനെ അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ എന്താ ബഹ്റിൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വന്നതും പോകുന്നതും ഒക്കെ കണക്കാണ്. ഞാനിവിടെ വന്നപ്പോൾ എങ്ങനെ സമയം തള്ളി നീക്കുമെന്ന് ചിന്തിച്ചു. ആദ്യത്തെ 1 മാസം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ പിന്നുള്ള 2 മാസം അത് എത്ര പെട്ടെന്ന് പോകുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ഇവിടെ ബോർഡിംഗ് പാസ് എടുക്കുന്നവരെ നമ്മളെ കൂടെ ഉള്ളവർക്ക് അകത്ത് കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടിയും എല്ലാവരും കൂടെ ബോർഡിംഗ് പാസ് എടുത്തിട്ട് പുറത്ത് തന്നെ ഇരുന്നു. നമുക്ക് അകത്തോട്ട് കയറാൻ ഇനിയും സമയമുണ്ട്. അവിടെ പോയാൽ പോസ്റ്റ് ആവുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടെ അവിടെ പുറത്ത് തന്നെ ഇരുന്നു. കുറച്ച് നേരം ഞങ്ങൾ ബഹ്റിൻ എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. വന്നപ്പോൾ ഇതൊന്നും കാണാൻ പറ്റിയില്ല. ജസ്റ്റ് ഒരു മിന്നായം പോലെ കണ്ടിട്ട് ഇറങ്ങിപ്പോയതാണ്. പോകുമ്പോഴെങ്കിലും ഇത് അടിപൊളിയായിട്ട് കണ്ടിട്ട് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ 11:20 ആയിട്ടുണ്ട്. ഇവിടുത്തെ വായിനോട്ടം കഴിഞ്ഞ് ഇനി അകത്ത് കയറി വായി നോക്കാം. എൻ്റെ ഹസ്ബൻഡിനോട് ടാറ്റാ ബായ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും എന്താ പ്ലെയിനിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കാര്യമായിട്ടുള്ള യാത്ര പറച്ചിലാണ്. ഇനി അടുത്ത് വല്ലതും വേറെ വരാൻ പറ്റുമോ വെച്ചാൽ എനിക്കറിയത്തില്ല. ഒരു 5 മണിക്കൂറത്തെ യാത്ര. പ്ലെയിനിൽ കയറാൻ കാണിച്ച ഇൻട്രസ്റ്റ് അതിലിരിക്കുമ്പോൾ വീയാൻ്റെ മുഖത്ത് ഞാൻ കണ്ടില്ല. ആൾ തുടക്കത്തിൽ തന്നെ ചടച്ചിട്ടുണ്ട്.